നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ അർജുനാഭിഗമന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് വളരെ ആധികാരികമായിട്ടെന്ന് ഞാൻ കരുതുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മലയാളത്തിലുള്ള മഹാഭാരത ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കഥ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് DC ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ്. 6 വാല്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി, അദ്ദേഹം വേദവ്യാസൻ്റെ എന്ന് കരുതപ്പെടുന്ന ആ സംസ്കൃത ശ്ലോകങ്ങൾ മുഴുവനും 1,00,000-ൽ പരം ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് തർജ്ജിമ ചെയ്തു. അത് 40 വാല്യങ്ങളായിട്ടാണ് ആദ്യം ഇറക്കിയത്. അത് പിന്നീട് DC ബുക്സ് അയച്ചെടുക്കുകയും 6 വലിയ വാല്യങ്ങളാക്കി ഇറക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ 18 അധ്യായങ്ങളുള്ളത് 3-ാമത്തെ അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 6 ബുക്കുകളുള്ളതിൽ 1-ാമത്തെ ബുക്കിൻ്റെ ഏകദേശം 80% മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പം നമ്മളുടെ 93-ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എത്ര വീഡിയോ ആവുമെന്നോ എത്ര കാലം കൊണ്ടാണ് ഇത് തീർക്കാൻ പറ്റുമെന്നോ എനിക്ക് യാതൊരു ഊഹവുമില്ല, സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഞാനും മഹാഭാരതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള മഹാഭാരതം അവിടെ ഇപ്പം നമുക്കൊരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, വേദവ്യാസ ഭഗവാൻ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളെയും മനുഷ്യരായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള എല്ലാ ദൗർബല്യങ്ങളുമുള്ള ആൾക്കാരായിട്ടാണ് എല്ലാ കഥാപാത്രങ്ങളെയും ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും അസുരഗുണവും ദൈവിക ഗുണങ്ങളും മാറി മാറി വരുന്നു. അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ദൗർബല്യങ്ങളുണ്ട്, ഭയമുണ്ട്, അതിനോടൊപ്പം തന്നെ സങ്കടമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്, ഭഗവാൻ കൃഷ്ണന് മോഹാലസ്യമുണ്ടായി. അച്ഛൻ മരിച്ച് ആകാശത്തിൽ നിന്നും വീഴുന്ന മായക്കാഴ്ച കണ്ടിട്ടെന്നാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പോലും ആ ഒരു മാനുഷികമായിട്ടുള്ള തലത്തിൽ നിൽക്കുന്ന ആളായിട്ടാണ് വേദവ്യാസ ഭഗവാൻ അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമാണത്. അപ്പോൾ 2000-ൽ പരം ആൾക്കാർക്കാണ് ഇവിടെ അദ്ദേഹം വ്യക്തിത്വം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ പോലും, ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങൾ പലതും എൻ്റെ ഓർമ്മയായിട്ട് ഇല്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് പറയുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. കേൾക്കാനും നല്ല ക്ഷമ വേണം. ഇതിനോട് കേൾക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടുള്ള ആഗ്രഹമുള്ളവർക്ക് മാത്രമേ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കേൾക്കുകയും എന്നോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കേൾവിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. കാരണം കേൾക്കാനുള്ള ആൾക്കാരുള്ളപ്പോഴാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജം കിട്ടുന്നത്. അപ്പം അതിന് ഞാൻ വലിയൊരു നന്ദി നിങ്ങളോട് അറിയിക്കുകയാണ്. എൻ്റെ ഈ യാത്രയിൽ എന്നെ പിന്തുടരുന്നതിനും അതിനോടൊപ്പം തന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നതിന്, നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയും ഒക്കെ അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പം നമ്മൾ കഥയിലേക്ക് തിരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വിശദമായിട്ട് തന്നെ യുദ്ധരംഗങ്ങൾ തത്സമയത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഫുട്ബോൾ കളിയൊക്കെ എങ്ങനെയാണോ തത്സമയം അതിൻ്റെ കമൻട്രി പറയുന്നത്, അതുപോലെയാണ് യുദ്ധത്തിൻ്റെ കമൻട്രി ഇവിടെ വേദവ്യാസൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ സൂക്ഷ്മാംശത്തെയും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ശ്വാലൻ എന്ന് പറയുന്ന ആ അസുരനെ തൻ്റെ ദിവ്യമായിട്ടുള്ള ആയുധമായിട്ടുള്ള ചക്രായുധം ഉപയോഗിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ വധിച്ചതിന് ശേഷം അദ്ദേഹം ആ ഒരു ശാല്യനുമായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തത് കൊണ്ടാണ് ഈ പാണ്ഡവരുടെ അടുത്തേക്ക് വരാൻ പറ്റാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കാട്ടിലേക്ക് വന്നത്. അതിനുശേഷം കൃഷ്ണൻ ഇവരെല്ലാവരെയും ആശ്വസിപ്പിച്ച ശേഷം തിരിച്ച് ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പം ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇപ്രകാരം യുധിഷ്ഠിരനോട് പറഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണൻ ഓരോരുത്തരെയായിട്ടും ഓരോ പാണ്ഡവരുടെ അടുത്ത് നിന്നിട്ട് അവരെ ആലിംഗനം ചെയ്തിട്ട് അവരെ നെറുകയിൽ ചുംബിച്ച് തങ്ങളുടെ സ്നേഹം മറിച്ചതിന് ശേഷം ശൗഭ്യാസുഗ്രീവന്മാരെ കെട്ടിയ തൻ്റെ തേജസ്സേറിയിട്ടുള്ള തേരിൽ കയറി ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ആ സമയത്ത് അദ്ദേഹം തൻ്റെ പെങ്ങളായിട്ടുള്ള സുഭദ്രയും അർജുനൻ്റെയും സുഭദ്രയുടെയും മകനായിട്ടുള്ള അഭിമന്യുവിനെയും കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ തേരിൽ ദിവ്യ തേജസ്സുള്ള തേരിൽ ദ്വാരകയിലേക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതേ സമയത്ത് തന്നെ കൃഷ്ണൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദൃഷ്ടദ്യുമ്നൻ പാഞ്ചാലിയുടെ ബാക്കി പുത്രന്മാരെ എല്ലാവരെയും തേരിൽ കയറ്റിക്കൊണ്ട് അവരും പാഞ്ചാലത്തിലേക്ക് തിരിച്ച് യാത്രയായി.
ആ സമയത്ത് ദൃഷ്ടകേതു അദ്ദേഹം നകുലൻ്റെ പത്നിയുടെ സഹോദരനാണ്. ശുക്തിമതി എന്ന് പറയുന്ന രാജ്യത്തെ രാജാവാണ് അദ്ദേഹം നകുലൻ്റെ പത്നിയെ കയറ്റിക്കൊണ്ട് അവിടെ നിന്നും യാത്രയായി. പിന്നെ രാജാക്കന്മാരും ഇവരോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും തിരിച്ച് സ്വന്തം രാജ്യത്തേക്ക് പോയി. അപ്പം എന്നാൽ ഇവരെല്ലാവരും തിരിച്ചു പോയെങ്കിലും ബ്രാഹ്മണരും വൈശ്യരുമായിട്ടുള്ള കുറേ ആൾക്കാർ ആ സമയത്ത് പാണ്ഡവരോടൊക്കെ ഒപ്പമുണ്ടായിരുന്നു. അവർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും അവർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. ഇവരോടൊപ്പം കാട്ടിലേക്ക് വരുമെന്ന് ശഠിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. യുധിഷ്ഠിരൻ പല വിധത്തിൽ ഇവരെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നോക്കിയെങ്കിൽ അതൊന്നും അവരെ കൂട്ടത്തിൽ വരും എന്നുള്ള ഒരു നിർബന്ധത്തോടു കൂടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം കൃഷ്ണൻ പോയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ അവരെ ആൾക്കാരൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ രഥങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു. അതിനുശേഷം അവരെ രഥങ്ങളിൽ കയറിയതിന് ശേഷം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ള മുഴുവൻ ധനവും അതോടൊപ്പം തന്നെ ഗോക്കളെയും സ്വർണവും ഒക്കെ അവിടെ വിപ്രന്മാർക്കൊക്കെ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണന്മാർക്കൊക്കെ ദാനം കൊടുത്തിട്ട് അവരോട് തിരിച്ചു പോകണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ അഭ്യർത്ഥന കേട്ടിട്ട് ഹസ്തിനാപുരിയിൽ നിന്നും വന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിന്നു, വൈശ്യന്മാരും ബ്രാഹ്മണരുമായിട്ടുള്ള ആൾക്കാർ. എന്നാലും വലിയൊരു പൗരാവലി ഇവരെ വിട്ടുപോകാതെ അവിടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരെ കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ സമയത്ത് വ്യാസഭഗവാൻ പറയുന്നത് വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ ധരിച്ച വളരെയധികം ആയുധങ്ങൾ വഹിച്ചുകൊണ്ടുള്ള 20 ഭൃത്യന്മാർ ആയുധങ്ങളുമായിട്ട് ഇവരെ പിന്തുടർന്നു എന്നാണ്. അതിനോടൊപ്പം തന്നെ ദ്രൗപദിയുടെ തോഴിമാർ പലതരത്തിലുള്ള ദ്രൗപദിക്കുള്ള വസ്ത്രങ്ങളുമായിട്ട് രഥങ്ങളിൽ ഇവരോടൊപ്പം വരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിന്നു എന്നാണ്. അപ്പോൾ ഇവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ജനങ്ങളായിട്ടുള്ള ഹസ്തിനാപുരിയിലെ ജനങ്ങൾ ഇവർ പോകുന്നത് കണ്ടിട്ട് അതിഭയങ്കരമായിട്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. വിലപിച്ചുകൊണ്ട് അവരെ ധൃതരാഷ്ട്രരെയും കർണനെയും ദുര്യോധനെയും ദുശാസനെയും ശകുനെയൊക്കെ അതിഭയങ്കരമായിട്ട് നിന്ദിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം ഇവർ പോകരുതെന്നും പറഞ്ഞുകൊണ്ട് വിലപിക്കാനും തുടങ്ങി. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആശ്രയമായിട്ട് ആരും ഇല്ലാതെന്നും പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അർജുനൻ യുധിഷ്ഠിരൻ നിർദ്ദേശപ്രകാരം ഉച്ചത്തിൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾ ഈ വനവാസത്തിന് വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്, ഞങ്ങളുടെ രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം. തിരിച്ചു പോയതിന് ശേഷം നിങ്ങൾ അവിടെയുള്ള താപസന്മാരെ കണ്ടിട്ട് അവരോട് ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവരോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ചിട്ട് ഇവരുടെ രഥങ്ങളെ വലം വെച്ചിട്ട് ആ പൗരന്മാരെല്ലാവരും കൂടി തിരിച്ച് ഹസ്തിനാപുരിയിലേക്ക് യാത്രയായി. ഇനി നമ്മൾ ദൈതവന പ്രവേശം എന്നും പറഞ്ഞുകൊണ്ടുള്ള അടുത്തൊരു ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം വൈശമ്പായനനാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജനമേജയനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വീണ്ടും വൈശമ്പായനിലേക്ക് കഥ വരികയാണ്. അപ്പോൾ ഇവരൊക്കെ പോയതിനു ശേഷം സത്യശീലനായിട്ടുള്ള യുധിഷ്ഠിരൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമുക്ക് 12 വർഷം കാട്ടിൽ കഴിയേണ്ടതുണ്ട്, അതുകൊണ്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം നിങ്ങൾ നിർദ്ദേശിക്കണം, നമുക്കവിടെ താമസിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് തൻ്റെ ആത്മീയ ഗുരുവിനോട് സംസാരിക്കുന്നത് പോലെ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനോട് അർജുനൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങേക്ക് അറിയാത്തതായിട്ട് ഈ മനുഷ്യലോകത്ത് എന്താണുള്ളത്? അങ്ങേക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. രാജാവേ, അങ്ങ് എവിടെ തീർച്ചപ്പെടുത്തുന്നുണ്ടോ അവിടെ നമുക്ക് തങ്ങാമെന്ന് പറഞ്ഞു. അതിനുശേഷം അർജുനൻ തന്നെ ഒരു നിർദ്ദേശവും പറഞ്ഞു, നമുക്ക് ഇവിടെ ദൈതവനം ഇനി നമ്മുടെ അടുത്തുണ്ട്. ആ ദൈതവനം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, ധാരാളം ശുദ്ധജലവും പുണ്യമായിട്ടുള്ള ജലവും അതിനോടൊപ്പം തന്നെ ഇഷ്ടം പോലെ കായികനികളും ഭക്ഷിക്കാനായിട്ടുള്ള സ്ഥലമാണ്. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അവിടെ തങ്ങാം, അല്ലെങ്കിൽ അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നിന്റെ ആ നിർദ്ദേശം വളരെ നല്ലതാണ്, നമുക്ക് ആ ദൈതവനത്തിൽ തന്നെ താമസിക്കാം എന്ന് പറഞ്ഞിട്ട് അവരോടൊപ്പമുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, ആ പ്രദേശത്തുള്ള ധാരാളം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും ദ്വിജന്മാരും താപസികളായിട്ടുള്ളവരും ഒക്കെ അവരോടൊപ്പം ഈ ദൈതവനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ വന്നു. അപ്പോൾ ദൈതവനം അവരുടെ മുമ്പിൽ വളരെ മനോഹരമായിട്ടുള്ള നിൽക്കുന്നുണ്ടായിരുന്നു. ഇടതൂർന്ന ധാരാളം വലിയ വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു നിബിഡ മനമായിരുന്നു ഈ ദൈതവനം. അപ്പോൾ അവിടെയുള്ള വൃക്ഷങ്ങളെ കുറിച്ചിട്ടൊക്കെ ഭഗവാൻ വ്യാസൻ ഇവിടെ ഒരുപാട് വൃക്ഷങ്ങളുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് മനോഹരമായിട്ടുള്ള പക്ഷികളുണ്ടായിരുന്നു, പക്ഷികളുടെ പേരുകളും വിശദമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആനകൾ കൂട്ടമായിട്ട് കുട്ടിയാനകളോടൊപ്പം ആനക്കൂട്ടങ്ങൾ വിഹരിക്കുന്ന കാഴ്ചയും മനോഹരമായിട്ടുള്ള ആ സ്ഥലത്തെക്കുറിച്ചിട്ടുള്ള വർണ്ണന ഇവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ ആ സ്ഥലത്തേക്ക് ഇവർ പ്രവേശിച്ച സമയത്ത് ഇവരെ കാത്തുകൊണ്ട് ഇവർ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് താപസികളായിട്ടുള്ള സിദ്ധന്മാരായിട്ടുള്ള ധാരാളം താപസികളായിട്ടുള്ള മഹർഷിമാർ
ഇവരെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പാണ്ഡവരെ കണ്ടു. പാണ്ഡവർ ഇവരെ എല്ലാവരെയും വണങ്ങി. ഇവരെല്ലാവരും പാണ്ഡവരോടൊപ്പം കാട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ദൈതവനത്തിൽ അവര് യുധിഷ്ഠിരൻ വന്നിട്ട് അവിടെ വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ വലിയൊരു പൂമരത്തിന്റെ ചുവട്ടിലിരുന്നു. എല്ലാ താപസന്മാരും അതോടൊപ്പം തന്നെ പാണ്ഡവരും അവിടെ ചുറ്റിനു വരുന്നു എന്നാണ്. ആ സമയത്ത് അത് ഒരു ഇന്ദ്രസഭ പോലെ ആ പ്രദേശം ശോഭിച്ചു എന്നാണ് വ്യാസമഹർഷി പറയുന്നത്. അപ്പം വൈശമ്പായനൻ കഥ തുടരുകയാണ്. അപ്പം വളരെ കഷ്ടപ്പാടുകൾക്ക് ശേഷം പാണ്ഡവര് കുറച്ച് ഒന്ന് വിശ്രമിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ഈ ദൈതവനത്തിൽ താമസിച്ച്. അല്ലലുകളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അവിടെ ഉള്ള എല്ലാവർക്കും കായ്കനികളൊക്കെ ശേഖരിച്ച് കൊടുത്തിട്ട് അത് നൈവേദ്യമായിട്ട് കൊടുത്ത് താപസന്മാരെ എല്ലാവരും തൃപ്തരാക്കി അദ്ദേഹം കൂട്ടത്തിൽ നിർത്തി. ഇങ്ങനെ പിതൃതുല്യനായിട്ടുള്ള ധൗമ്യനോടൊപ്പം കാട്ടിൽ വാഴുന്ന ഒരു ദിവസം പുരാണ മുനിയും അതോടൊപ്പം തന്നെ വളരെ തേജസ്വിയുമായിട്ടുള്ള മാർക്കണ്ഡേയ മുനി ഒരു വഴിക്ക് പോകുന്നത് വഴിക്ക് പാണ്ഡവരെ കണ്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പാണ്ഡവരെ ഈ പാഞ്ചാലിയോടൊപ്പം കണ്ട സമയത്ത് മാർക്കണ്ഡേയന് പണ്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയും കാട്ടിൽ വെച്ചിട്ട് കണ്ട ഒരു ഓർമ്മയുണ്ട്. അദ്ദേഹം ആ സമയത്ത് യുധിഷ്ഠിരൻ വന്ന് സ്വീകരിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ നോക്കി ചിരിച്ചു. അപ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന് ഭയങ്കരമായിട്ടുള്ള വിഷമമായി. അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ, എല്ലാവരും എൻ്റെ അവസ്ഥ ഓർത്തിട്ട് പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങ് മാത്രം എന്താണ് ചിരിക്കുന്നത്? യുധിഷ്ഠിരൻ്റെ മനസ്സിൽ കളിയാക്കി ചിരിക്കുകയാണെന്നുള്ള ഒരു ചിന്തയാണ് വന്നത്. അപ്പം ആ സമയത്ത് മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, ഉണ്ണി യുധിഷ്ഠിര, ഞാൻ നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് അഹങ്കാരത്തോട് കൂട്ടിയിട്ട് ചിരിച്ചതല്ല. നിന്നെപ്പോലെ തന്നെ ഒരു വനത്തിൽ നിന്നെപ്പോലെ തന്നെ ഒരു ഋഷ്യ മൂകാദ്രി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നിന്നെപ്പോലെ തന്നെ ഭഗവാൻ രാമനെയും ലക്ഷ്മണനെയും സീതയും കണ്ടിട്ടുണ്ട്. ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ വന്നു. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അന്ന് തൻ്റെ അച്ഛൻ്റെ വാക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യം ഉപേക്ഷിച്ചിട്ട് ഇന്ദ്രനെ കഴിഞ്ഞും ശക്തനായിട്ടുള്ള രാമൻ, ഈ യമനെ പോലും തടുത്തു നിർത്താൻ വേണ്ടിയിട്ട് കഴിവുള്ള രാമൻ, അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട്, ആ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കാട്ടിലേക്ക് വന്നത്, നിങ്ങളെപ്പോലെ തന്നെ. അപ്പം ആ ഒരു ഓർമ്മ എനിക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം വലിയൊരു ഉപദേശം ഈ യുധിഷ്ഠിരന് കൊടുക്കുകയാണ്. മാർക്കണ്ഡേയ മഹർഷി പല പ്രാവശ്യങ്ങളായിട്ട് ഓർപ്പിക്കുകയാണ്, ശക്തനാണെന്ന് വിചാരിച്ചിട്ട് ആരും അധർമ്മം ചെയ്യരുത്. അധർമ്മം ആണ് ഏറ്റവും വലിയ പാപം, പ്രത്യേകിച്ചും രാജാക്കന്മാർ ചെയ്തു കഴിഞ്ഞാൽ. നാഭാഗൻ, ഭഗീരഥൻ മുതലായിട്ടുള്ള രാജാക്കന്മാർ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഈ ഭൂമി മുഴുവൻ ഭരിച്ച ആൾക്കാരാണ്. പക്ഷെ അവരെ ഒരിക്കലും സത്യവും ധർമ്മവും വിട്ടിട്ടുള്ള ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലോകം മുഴുവൻ അവർ ജയിച്ചിട്ട് ആൾക്കാരാണ്. ധർമ്മത്തിലും സത്യത്തിലും മാത്രം ജീവിച്ച് കാശി, കൗരുഷം എന്നീ രാജ്യങ്ങളുടെ രാജാവ് ധർമ്മത്തിന് വേണ്ടിയിട്ട് തൻ്റെ എല്ലാ ധനവും രാജ്യവും ഉപേക്ഷിച്ചു. ആ രാജാവിനെ എല്ലാവരും ഭ്രാന്തൻ നായ എന്ന് വിളിച്ചു. എന്നിട്ട് പോലും അദ്ദേഹം തൻ്റെ സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിനും വലിയ ഒരു സ്വർഗപ്രാപ്തിയാണ് ലഭിച്ചത്. അപ്പം ഞാൻ ശക്തനാണെന്ന് വിചാരിച്ചിട്ട് ആരും അധർമ്മം ചെയ്യരുത്. സത്യത്തിലും ധർമ്മത്തിലും സൽസ്വഭാവത്തിലുമാണ് ഒരാളുടെ മുഴുവൻ ഗുണങ്ങളും ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾ എല്ലാവരെ കഴിഞ്ഞും ശ്രേഷ്ഠനാണ്. സത്യസന്ധതയുടെ ക്ലേശകരമായിട്ടുള്ള ഈ വനവാസം കഴിയുമ്പോൾ യുധിഷ്ഠിര, നീ ഒരിക്കലും ധർമ്മം, എത്ര ക്ലേശങ്ങൾ വന്നാലും നീ ധർമ്മം വിട്ടുള്ള ഒരു കാര്യവും ചെയ്യരുത്. നിനക്ക് നിന്റെ ശക്തി കൊണ്ട് തന്നെ നിനക്ക് നഷ്ടപ്പെട്ട രാജ്യം കൗരവന്മാരിൽ നിന്ന് നിനക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് അനുഗ്രഹിച്ചിട്ട് മാർക്കണ്ഡേയ മഹർഷി അവിടെ നിന്നും യാത്രയായെന്നാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇപ്രകാരം പാണ്ഡവർ ദൈതവനത്തിൽ താമസിക്കുന്ന സമയത്ത് ഒരുപാട് താപസന്മാർ, അന്ന് ലോകത്തുണ്ടായിരുന്ന മിക്കവാറുമുള്ള എല്ലാ താപസന്മാരും പാണ്ഡവരോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ട് ദൈതവനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും മന്ത്രധ്വനികൾ, ഋഗ്വേദത്തിൽ നിന്നും സാമവേദത്തിൽ നിന്നും യജുർവേദത്തിൽ നിന്നുമൊക്കെയുള്ള മന്ത്രധ്വനികൾ അവിടെ എല്ലാ സമയവും മുഴുകി കേട്ടുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ പാണ്ഡവരെ അസ്ത്രാഭ്യാസം നടത്തുന്നതിൻ്റെ ഞാണൊലി ശബ്ദവും ഇത് രണ്ടും കൂടി ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ള സ്വർഗീയ തുല്യമായിട്ടുള്ള ഒരു ശബ്ദധ്വനികളും അന്തരീക്ഷവുമാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം സന്ധ്യാവന്തന സമയത്ത് ദാൽഭ്യ വംശത്തിൽപ്പെട്ട ബഗൻ എന്ന് പറയുന്ന ഒരു ഋഷി, ബഗൻ എന്ന് പറയുന്ന ഒരു രാക്ഷസന്റെ കാര്യമാണ് കേട്ടത്. ഇവിടെ ബഗൻ എന്ന് പറയുന്ന വലിയൊരു ഋഷി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം യുധിഷ്ഠിരനെ ോട് പറഞ്ഞു, നോക്കൂ, നീ ദൈതവനം നോക്കൂ, ഭാർഗവൻ, അങ്കിരസ്, വസിഷ്ഠൻ, കാശ്യപൻ, മഹാന്മാരായിട്ടുള്ള
അഗസ്ത്യൻ, അങ്കരസ് എന്നിവരുള്ള ബ്രാഹ്മണരൊക്കെ നിന്നോടൊപ്പം കഴിയുകയാണ്. ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാലും ബ്രഹ്മവും ക്ഷത്രവും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണോ കാറ്റും തീയും ചേർന്നിട്ട് ഒരു കാടിനെ ഇല്ലാതാക്കുന്നത്, അതുപോലെ ശത്രുക്കളെയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രഹ്മതേജസ്സും ക്ഷത്ര തേജസ്സും കൂടെ ചേർന്നാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ്. അപ്പം ധർമാർത്ഥ വിജ്ഞനും, അതായത് ധർമ്മങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനമുള്ള ആളും, അതോടൊപ്പം തന്നെ കാമവും ലോഭവും, അതായത് ഭൗതികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചിട്ടുള്ളതുമായിട്ടുള്ള തിന്മകൾ തീണ്ടാത്തവരുമായിട്ടുള്ള അവരാണ് ബ്രാഹ്മണർ. അങ്ങനെയുള്ളവരാണ് അന്ന് ബ്രാഹ്മണരായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഈ ഗുണങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, അതായത് ധർമാർത്ഥങ്ങളിലൊക്കെ അതിഭയങ്കരമായിട്ടുള്ള ജ്ഞാനവും കാമവും ലോഭവും ഇല്ലാത്തവരും, അതോടൊപ്പം തന്നെ തിന്മകൾ ഒട്ടുമില്ലാത്തവരുമായിട്ടുള്ള വിപ്രന്മാർ കൂട്ടത്തിലുണ്ടെങ്കിൽ, ബ്രാഹ്മണർ കൂട്ടത്തിലുണ്ടെങ്കിൽ രാജാവ് ശത്രുക്കളെ എല്ലാം നശിപ്പിച്ച് മുന്നേറും. നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു കാര്യമാണ്. അതായത് രാജഗുരുക്കന്മാരുടെ ആജ്ഞപ്രകാരമായിരുന്നു നമ്മുടെ ഭാരതത്തിലെ രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്നത്. രാജഗുരുക്കന്മാരൊക്കെ ഈ ഗുണങ്ങളുള്ള ബ്രാഹ്മണരായിരുന്നു. അപ്പോൾ ഈ ധർമ്മം അനുസരിച്ച് പ്രജാസംരക്ഷണം മൂലം മോക്ഷം കിട്ടും എന്ന് മഹാരാജാവായിട്ടുള്ള ബലിക്കറിയാമായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് എല്ലാ ബ്രാഹ്മണരെയും അതിഭയങ്കരമായിട്ട് പൂജിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വ്യതിചലിച്ച സമയത്ത് അദ്ദേഹത്തിന് നാശമുണ്ടാകുകയും ചെയ്തു. ബുദ്ധിമാനായിട്ടുള്ള രാജാവ് ഇങ്ങനെയുള്ള വിപ്രനെ കൂട്ടുപിടിക്കണം. കിട്ടാത്തത് കിട്ടാനും കിട്ടിയത് സംരക്ഷിക്കാനും ഉള്ളത് വർദ്ധിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വിപ്രന്മാരുടെ സാമീപ്യം നമ്മളെ സഹായിക്കും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം വിനിയോഗിക്കാനും ബുദ്ധിമാനും വേദജ്ഞനുമായിട്ടുള്ള ബ്രാഹ്മണൻ ഒരു ക്ഷത്രിയനോടൊപ്പം ഉള്ളതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള ആളുകളെ ഉപദേശകനായിട്ട് വേണം. യുധിഷ്ഠിര, അങ്ങേക്ക് ബ്രാഹ്മണര് വളരെ താല്പര്യമുണ്ട്, അതുകൊണ്ട് അങ്ങേക്ക് ശ്രേയസ് ഉണ്ടാകുമെന്ന് ഈ ബഗൻ പറയുന്ന മഹർഷി ഇദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. അപ്പം വൈശമ്പായനൻ പറയുകയാണ്, അപ്പോൾ ആ എല്ലാ ബ്രാഹ്മണരും ബഗ മഹർഷിയെ പൂജിച്ചു. അവരെല്ലാവരും വളരെ സന്തോഷത്തിലായി. ആ മുനിമാരുടെ എല്ലാവരുടെയും പേരുകൾ, ഏകദേശം 10-20 മുനിമാരുടെ, പ്രശസ്തരായിട്ടുള്ള മുനിമാരുടെ പേരുകൾ ഇവിടെ ഈ സമയത്ത് വ്യാസഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ടിരുന്നു. അപ്പം ഇനിയും പറയുന്ന ദ്രൗപദി പരിതാപവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഭാഗമാണ്. ദ്രൗപദിയുടെ പരാതി പറച്ചിലാണ് ഇനിയും കുറേ സമയത്തേക്ക്. അപ്പോൾ ദ്രൗപദി, വൈശമ്പായനൻ പറയാണ്, രാത്രിയായപ്പോൾ പാണ്ഡവർ കൃഷ്ണയോടൊപ്പം വിഷമത്തോടുകൂടി ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ആ സമയത്ത് നല്ലതുപോലെ പഠിച്ചവളും പതിവ്രതയും സൗന്ദര്യവതിയുമായിട്ടുള്ള കൃഷ്ണ തൻ്റെ പതിമാരായിട്ടുള്ള പാണ്ഡവന്മാരോട്, പ്രത്യേകിച്ച് യുധിഷ്ഠിർ രാജാവിനോട് തൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ പാപിയും ദുഷ്ടനുമായിട്ടുള്ള ദുര്യോധനൻ നമ്മൾ ദുഃഖിക്കുന്നത് കണ്ടിട്ട് ദുഃഖിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവൻ സന്തോഷിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിലും എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ ദുഃഖിക്കുന്നത് കാണുന്നതാണ് അവന് സന്തോഷം. അവൻ്റെ ഹൃദയം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. മാൻതോലും ധരിച്ച് നമ്മൾ കാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 4 പേര് മാത്രമാണ് ഹസ്തിനാപുരിയിൽ കരയാതിരുന്നത്. അത് ഈ ദുഷ്ടനായിട്ടുള്ള ദുര്യോധനനും അവൻ്റെ സുഹൃത്തായിട്ടുള്ള കർണനും ദുർബുദ്ധിയായിട്ടുള്ള ശകുനിയും ദുര്യോധനൻ്റെ മഹാദുഷ്ടനായിട്ടുള്ള ദുശാസനുമാണ്. ഇവർ നമ്മൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങയുടെ ഇപ്പോഴത്തെ സ്ഥിതി കണ്ടിട്ട് എനിക്ക് എൻ്റെ സങ്കടം സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നാണ് ദ്രൗപദി പറയുന്നത്. അപ്പോൾ സഭാമധ്യത്തിലെ രാജാക്കന്മാരാൽ ചുറ്റപ്പെട്ട അവസ്ഥയിൽ കിടന്ന അങ്ങിപ്പോൾ ഈ കൊടുങ്കാട്ടിലെ താപസന്മാരാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണല്ലോ. എനിക്ക് ഗതി കണ്ടിട്ട് നിങ്ങൾക്കൂടെ സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പണ്ട് മനോഹരമായിട്ടുള്ള വെള്ളപ്പെട്ട് ധരിച്ചിരിക്കുന്ന അങ്ങിപ്പോൾ ധരിച്ചിരിക്കുന്ന എന്താണ്? മരവുരിയാണ്. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പാഞ്ചാലി തൻ്റെ പരിതാപപ്പറച്ചിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഇതുവരെ ക്ഷമയോടുകൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.